Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. Hope you all are doing well. നമ്മുടെ ജീവിതത്തിൽ എന്നും അഭിഷേകത്തിൽ നിലനിൽക്കുക. We always need to stand firm in the anointing. ഇത് ലഭിക്കാൻ വളരെ പ്രയാസമാണ്. It's very difficult to receive the anointing. എന്നാൽ ഇത് കളയാൻ വളരെ ഈസിയാണ്. But it's very easy to spoil. ഹീബ്രു ചാപ്റ്റർ 1 വേഴ്സ് 9 പറയുന്നു, എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മെ കൂട്ടുകാരിൽ പരമായി ഈ ആനന്ദ തൈലം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ദൈവം. Our God is the God who will anoint us with the oil of gladness above all the companions. ആ വാക്ക് ഭയങ്കര പവർഫുൾ ആണ്. That word is so powerful. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട്. More than that, your companion, he anoint you with the oil of gladness. ആമേൻ. അത് കൂട്ടുകാരിൽ പരമായി, വീട്ടുകാരിൽ പരമായി, ആമേൻ, ദേശത്തുള്ളവരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം. Our God is the God who will anoint you with the oil of gladness, more than that your friends, more than that your family, more than that your companions. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, In our life, what we need to understand is, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. there is an anointing God has set upon us. ആ അഭിഷേകത്തിൽ നാം നിലനിൽക്കണം. We have to stand firm in that anointing. നിങ്ങൾക്ക് എത്ര പേർക്ക് കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് നിറയപ്പെടാൻ ഇഷ്ടമുണ്ട്? How many of you have the desire to be filled with the anointing of gladness, more than that your companion? ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള വിശ്വസ്തത. First of all, you must have faithfulness related with the relationship with God. ഈ അനോയിന്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. And do not lose this anointing in our life. അഭിഷേകം എന്ന് പറയുന്നത്, What anointing is, ആമേൻ, ഒരു ലോങ് ലൈഫിലേക്ക് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. and God has given it is for a long life. അത് ഈ ഭൂമിയിൽ എത്ര നാളുണ്ടോ, How many years we are here in this earth, ഈ ലോകത്തിൽ നാം അത് ഉപയോഗിക്കപ്പെടാനാണ്. and we have to be used by the anointing in this world. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു അനോയിന്റിംഗ് കൊടുത്തു. And God has given a great anointing in the life of David. എന്നാൽ ശൗല് തന്റെ നേരെ ഒരുപാട് പ്രാവശ്യം തന്നെ തകർക്കാൻ വന്നു. Many times Saul tried to destroy David. താൻ ആ അനോയിന്റിംഗ് അഭിഷേകം, The anointing what David had, ആമേൻ, കളയാതെ സൂക്ഷിച്ചു. and he kept without spoiling, without ശൗലിനെ losing. നശിപ്പിക്കുവാൻ പല പ്രാവശ്യം ദാവീദിന്റെ കയ്യിൽ കിട്ടി. And many times David got chance to destroy Saul. ശൗൽ ഒരുപാട് അപവാദങ്ങളും ആക്രമങ്ങളും ആമേൻ ദാവീദിന് നേരെ ചെയ്തു. And Saul did lot of attack against King David. പക്ഷേ അവന്റെ അനോയിന്റിംഗ് നഷ്ടപ്പെടുത്തുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ അവൻ ശൗലിന് നേരെ ചെയ്തില്ല. But David did not utter any word or any action which lose his anointing. നിങ്ങളെ ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കിയാൽ, And if anybody try to destroy you, നിങ്ങൾ അതിനൊരു പ്രതികാരവും ചെയ്യേണ്ട ആവശ്യമില്ല. and you do not take any revenge, നിങ്ങളെ വിളിച്ചത് ആ നശിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയല്ല. and that person is not the one who called you. അവൻ നിങ്ങളെ വിളിച്ചത് കർത്താവായ യേശുവാണ്. Jesus Christ is the one who called you. ആ യേശുവിനെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ, Once you follow that Jesus, ആ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. and Jesus will do great miracle in your life. ഈ മന്ത് Month, ഒരു വലിയ പവർഫുൾ മന്താണ്. it's going to be a powerful month. നിങ്ങൾക്കുള്ള ആമേൻ അധികാരത്തെ ഉപയോഗിക്കാൻ പോകുകയാണ്. You are going to use the authority what God has given you. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. What you are going to do is something not small, but it's something great. ആമേൻ. ദൈവം നിങ്ങളെ മൈറ്റിയായി ഉപയോഗിക്കാൻ പോകും. God is going to use you mighty. ഒരു അസാധാരണ കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. And God has called you for an extraordinary thing. ഇപ്പോൾ നിങ്ങൾ പോകുന്ന സ്ട്രഗിൾസ്, Right now, the struggles what you are going through, ഇപ്പോൾ നിങ്ങൾ പോകുന്ന ചലഞ്ചസ്, the challenges what you are going through right now, അതിന്റെ മുൻപിൽ നിങ്ങൾ ഭാരപ്പെടരുത്. you do not worry or overwhelm in front of that. അത് രോഗമായിരിക്കാം, Sometimes it may be a sickness, പ്രശ്നങ്ങളായിരിക്കാം, sometimes it may be a problem, കടഭാരമായിരിക്കാം, sometimes it may be debt, ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, sometimes it may be some financial നിങ്ങളെ crisis, അലട്ടുന്ന പല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതായിരിക്കാം. sometimes it may be a losing of relationship. ഒന്നും ഭാരപ്പെടണ്ട. Do not worry.
നിങ്ങളുടെ പ്രോമിസിലേക്ക് നിങ്ങൾ കയറാൻ പോകും. You are going to step into your promise. ഈ വേർഡ് മറക്കരുത്. Do not forget this word. കൂട്ടുകാരിൽ പരമായി More than that, your companion. ആനന്ദ തൈലം കൊണ്ട് അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യും. And he will anoint you with the oil of gladness. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. യേശുവേ, Jesus, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ ജനത്തെ ബ്ലസ് ചെയ്യും. right now I bless the children of God, those who are hearing this word of God. അങ്ങയുടെ കരം നീട്ടണമേ. Lord, stretch your hand. അങ്ങ് അത്ഭുതം ചെയ്യണം. Do a miracle. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. I bless the children of God. രോഗികൾ സൗഖ്യമാകട്ടെ. Let the sickness be healed. പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. Let all the problem move away from അങ്ങ് their life. അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. സെപ്റ്റംബറിൽ 12, 13, 14 ഈ ദിവസങ്ങളിൽ നമ്മുടെ കോൺഫറൻസ് നടക്കുന്നു. വളരെ വേഗത്തിൽ നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ ഓർപ്പിക്കുന്നു. September 12, 13 and 14, we have our conference here in our Malek. So call to the office and book your seats. God bless you all.